ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ സഹപ്രവർത്തകർ ഈ ഒരു സമയത്ത് നിങ്ങളെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഓർക്കുക, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊപ്പം വർക്ക് ചെയ്യുന്ന വ്യക്തികൾ എങ്ങനെ നിങ്ങളെ നോക്കി കാണുന്നു. Ten of Swords, Emperor, Seven of Swords, Page of Cups, Ten of Pentacles, Wheel of Fortune, Knight of Pentacles. അപ്പോൾ നമുക്കിതാണ് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ നിങ്ങളുടെ സഹപ്രവർത്തകർ, ഇവിടെ നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ ഉയർച്ചയിൽ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ചില വ്യക്തികൾ ഇതിനോടൊക്കെ തന്നെ നിങ്ങളുടെ മനസ്സിലോട്ട് വന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അവരിൽ നിന്നും ചില വേദനകൾ നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ടെൻ ഓഫ് സോർട്സിന്റെ എനർജിയാണ്. ഒരുപക്ഷെ ഇവർ പിന്നിൽ നിന്ന് കുത്തുക എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള, അതായത് ഇല്ലാത്ത ചില കാര്യങ്ങൾ അത് സത്യമാണ് എന്നുള്ള രീതിയിൽ മറ്റുള്ളവരുടെ ചെവിയിൽ എത്തിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അവർ പിന്നിൽ നിന്നും ഈ ഒരു സമയത്ത് പ്രവർത്തിക്കുന്നതായിട്ടും മുൻപ് പ്രവർത്തിച്ചതായിട്ടും അതിലൂടെ നിങ്ങൾ ഈ ഒരു അവസ്ഥയിലൊക്കെ എത്തിയതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ടെൻ ഓഫ് സോർട്സ് വളരെയധികം ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾക്കൊരു സമാധാനമില്ലാത്ത ഒരവസ്ഥ ഈ ഒരു വ്യക്തി കാരണം ഉണ്ടായ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെ നിങ്ങളോട് വളരെയധികം ഒരു മോശമായി പെരുമാറുന്ന ഒരു വ്യക്തിയുടെ എനർജി കാണിക്കുന്നുണ്ട്. കൂടുതലും ഇതൊരു മെയിൽ എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഇവിടെ നിങ്ങളെക്കുറിച്ച് മോശമായി പറയുക, അതല്ലെങ്കിൽ നിങ്ങൾ ഒരു സത്യസന്ധനായ, അതല്ലെങ്കിൽ ജോലി ആത്മാർത്ഥമായി ചെയ്യാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിലൊക്കെ ധരിപ്പിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ഒരു എനർജിയാണ്. അത് കൂടാതെ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം ഒരു ദേഷ്യമുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ മുൻപ് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ തർക്കങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അത് അവരുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി നിങ്ങളെ അതായത് നിങ്ങൾക്കൊരു സമാധാനം തരാത്തൊരു അവസ്ഥയൊക്കെയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളെ ആരും നല്ലത് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് ഇഷ്ടമല്ല എന്നുള്ളൊരു എനർജിയൊക്കെയാണ് കിട്ടുന്നത്. പേജ് ഓഫ് കപ്സ് ഒരു തുടക്ക സമയത്തെ ഒരു എനർജിയാണ്. അതായത് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ആദ്യമായി പരിചയപ്പെടുന്ന സമയത്ത് നിങ്ങളോട് വളരെയധികം സ്നേഹമായിരുന്നു, വളരെയധികം നല്ല രീതിയിൽ നിഷ്കളങ്കമായി നിങ്ങളോട് സംസാരിച്ചു. പക്ഷേ അതിനുശേഷമാണ് ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയതായിട്ട് കാണിക്കുന്നത്. അത് കൂടാതെ തന്നെ ഇവിടെ ടെൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഇത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. അതായത് വർക്ക് പ്ലേസിലാണ് നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ, ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം സന്തോഷ സമാധാനം ഒക്കെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഈ ഒരു വ്യക്തിക്ക് അറിയാമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലും അവർ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു തരത്തിലും സന്തോഷിക്കരുത് എന്നുള്ള രീതിയിൽ ആ ഒരു വ്യക്തി കാണുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അത് കൂടാതെ തന്നെ നമുക്കിവിടെ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ കിട്ടിയിട്ടുണ്ട്. ചില മാറ്റങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നതായിരിക്കാം, ഈ ഒരു വ്യക്തി നിൽക്കുന്ന സ്ഥലത്ത് നിന്നും എനിക്ക് മാറിപ്പോകണം, ഈ ഒരു വ്യക്തിക്കൊപ്പം എനിക്ക് വർക്ക് ചെയ്യേണ്ട, മറ്റൊരു സ്ഥലത്തോട്ട് പോകാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ആലോചിക്കുന്നതായിരിക്കാം. അതല്ലെങ്കിൽ അധികം താമസിയാതെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങൾക്കൊപ്പം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആ ഒരു വ്യക്തി, വർക്ക് പ്ലേസിലുള്ള ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതായിരിക്കാം. അതായത് ആ ഒരു ജോലി സ്ഥലത്ത് നിന്നും പോകുന്നതായിരിക്കാം. അപ്പോൾ ഇവിടെ ഒരു അകലം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഏത് വ്യക്തിയാണോ ഈ സമയത്ത് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, അവരും നിങ്ങളും തമ്മിൽ ഒരു അകലം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് കാണുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിലോട്ട് മാറുന്ന ഒരു എനർജി, ഒരു മാറ്റം ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഇവിടെ ഒരു സമാധാനം ലഭിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത്
ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു ജോലി സ്ഥലത്ത് നിന്ന് മാറിപ്പോയാലും നിങ്ങൾക്ക് സമാധാനം. അതുകൂടാതെ ആ ഒരു വ്യക്തി അവിടെ നിന്ന് മാറിപ്പോയാലും നിങ്ങൾക്ക് സമാധാനം. അതാണ് ഈ ഒരു നൈറ്റ് ഓഫ് പെന്റക്കിൾസ് പറയുന്നത്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരു സമാധാനം, ഒരു അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരുന്നത് ഒരു സ്ഥിരതയൊക്കെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ഒരു വ്യക്തി, മറ്റുള്ള വ്യക്തികൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു മോശപ്പെട്ട അഭിപ്രായമൊന്നും കാണിക്കുന്നില്ല. പക്ഷെ ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ ഒരു അസൂയ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങളുടെ വളർച്ച ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ നേട്ടങ്ങൾ കാണുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അധികം താമസിയാതെ തന്നെ ഇത് ഒന്നെങ്കിൽ ഈ ഒരു വ്യക്തിയോ അതല്ലെങ്കിൽ നിങ്ങളോ ഒരു പുതിയ ജോബിലോട്ട് പ്രവേശിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്കൊരു മനസ്സമാധാനം വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.